ചാപ്റ്റർ 11 അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 11-ലെ 3-ാമത്തെ ഹെഡിങ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭൂപരിഷ്കരണങ്ങളുടെ സ്വാധീനം, അതിനകത്ത് കൊളോണിയൽ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കാരങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അത് 2-ാം ഭാഗമായിരുന്നു. ഇനി 3-ാം ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനമാണ്. ഒരുപാട് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ആശയം. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരു ചെറിയ ഭാഗമാണ്, 3 പേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹരിത വിപ്ലവം എന്താണെന്നും അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്, പ്രത്യാഘാതങ്ങൾ പറയുമ്പോൾ ഗുണങ്ങളും നമ്മൾ ദോഷങ്ങളും പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഇത് പഠിച്ചു വയ്ക്കുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ഒരു ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ വികസനത്തിനായിട്ട് ഉണ്ടാക്കിയ ഒരു വിപ്ലവം. വിപ്ലവം എന്നതിന് പേരുണ്ട്. അതായത് ഹരിത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിനെ ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിപ്ലവപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നു. 1960-കളിലും 70-കളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചാൽ എന്താണ്? കാർഷിക മേഖലയിൽ 1960-കളിലും 70-കളിലും ഗവൺമെന്റ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനായിട്ട് ഗവൺമെന്റ് നിരവധി കാര്യങ്ങൾ കാർഷിക മേഖലയിലേക്ക് ചെയ്യുന്നു. അങ്ങനെ വലിയ ഒരു മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അതിനെ ഹരിത വിപ്ലവം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി ഹരിത വിപ്ലവം എന്താണെന്നും അതിന്റെ സവിശേഷതകളും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ സവിശേഷതകൾ പഠിക്കുമ്പോൾ തന്നെ എന്താണ് ഹരിത വിപ്ലവം എന്ന് മനസ്സിലാകും. അപ്പൊ ഈ ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട്, ആ ഒരു ആശയത്തിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് കൃഷിക്കാർക്ക് നിരവധി സഹായങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സഹായം എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ അഥവാ സങ്കര വിത്തുകൾ എന്ന് പറയുന്ന വിത്തുകൾ സർക്കാർ കൃഷിക്കാർക്ക് കൊടുക്കുന്നു. ഉയർന്ന വിളവ് നൽകുന്ന വിത്തിനങ്ങൾ, വിത്തിന് കുഴപ്പമുണ്ടെങ്കിൽ വിളവ് കുറവായിപ്പോ, അതുകൊണ്ട് നല്ല വിളവ് തരുന്ന വിത്തിനങ്ങൾ, അതിനെ സങ്കരം ചെയ്തിട്ടുള്ള, അതായത് പല ഗുണങ്ങൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സങ്കര വിത്തുകൾ, കീടനാശിനികൾ, രാസവളങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് സഹായ വിലയ്ക്ക് കൃഷിക്കാർക്ക് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ സഹായ വിലയ്ക്ക് ഗവൺമെന്റ് കൃഷിക്കാർക്ക് ഉയർന്ന വിളവ് നൽകുന്ന വിത്ത് കൊടുക്കുന്നു, കീടനാശിനി കൊടുക്കുന്നു, രാസവളങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് എന്താണ്? കൃഷി ഉൽപ്പന്നം ഗവൺമെന്റ് വാങ്ങിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ കൃഷി ചെയ്യുവാനായിട്ട് വായ്പയും നൽകുന്ന ഒരു വലിയ ഒരു പ്രവർത്തനമാണ് ഹരിത വിപ്ലവം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഹരിത വിപ്ലവം, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി സവിശേഷതകളിൽ ഇനിയുമുണ്ട്. ഇത് ഒന്നാമത്തത്, സഹായ വിലയ്ക്ക് ഗവൺമെന്റ് കൃഷിക്കാർക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു. എന്ത്? ഉയർന്ന വിളവ് നൽകുന്ന വിത്ത് കൊടുത്തു, അല്ലെങ്കിൽ സങ്കര ഇനത്തിലുള്ള വിത്തുകൾ കൊടുത്തു, കീടനാശിനികൾ കൊടുത്തു, രാസവളങ്ങൾ കൊടുത്തു, കൃഷി ഉൽപ്പന്നം ഗവൺമെന്റ് വാങ്ങാമെന്ന് പറഞ്ഞു, അതുപോലെ കൃഷിക്ക് വായ്പയും നൽകുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ജലലഭ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഈ കാർഷിക വിപ്ലവം ആരംഭിക്കുന്നത്. ഒരുപാട് വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഹരിത വിപ്ലവം തുടങ്ങുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ, ഗോതമ്പ്, നെല്ല് വിത്തുകൾ വിളയുന്ന പ്രദേശങ്ങൾക്ക് ഈ വിപ്ലവത്തിന്റെ ഗുണം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ ഗോതമ്പും നെല്ലും ഒക്കെ വിളയുന്ന പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ടും ജലലഭ്യത ഉള്ള സ്ഥലങ്ങളാണ്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഗവൺമെന്റ് സഹായങ്ങൾ നൽകുകയും ഒരുപാട് കാർഷിക മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് അതിന്റെ സവിശേഷതകളെല്ലാം ഒന്നുകൂടെ പറയാം. സഹായ വിലയ്ക്ക് ഗവൺമെന്റ് കൃഷിക്കാർക്ക് ഉയർന്ന വിളവ് നൽകുന്ന വിത്ത് അല്ലെങ്കിൽ സങ്കര ഇനം വിത്തുകൾ നൽകി, കീടനാശിനികൾ കൊടുത്തു, രാസവളം കൊടുത്തു,
കൃഷി ഉൽപ്പന്നം ഗവൺമെന്റ് വാങ്ങാമെന്ന് ഉറപ്പു നൽകി കൃഷിക്കായിട്ട് ഗവൺമെന്റ് വായ്പയും നൽകി. ജലലഭ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു വിപ്ലവം ആരംഭിച്ചത്. ഗോതമ്പ്, നെല്ല് വിത്തുകൾ വിളയുന്ന പ്രദേശങ്ങളിലാണ് ഈ വിപ്ലവത്തിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ചെറിയ ചോദ്യങ്ങളായിട്ട് ചെറിയ മാർക്കുകൾക്ക് അത് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏത് വിളവുകളാണ് ആരംഭത്തിൽ ഹരിത വിപ്ലവം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ച വിത്തുകൾ ഏതെല്ലാം എന്ന് ചോദിക്കാം. ഇപ്പൊ ഗോതമ്പും നെല്ലുമാണ്. ഗോതമ്പും നെല്ലും കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇത്രയുമാണ് ഹരിത വിപ്ലവം എന്ത് എന്നുള്ളതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹരിത വിപ്ലവം കൊണ്ട് കാർഷിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾക്കകത്ത് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അപ്പൊ നമ്മുടെ ബുക്കിനകത്ത് അത് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ രണ്ടും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഗുണങ്ങൾ ഒരു 4-5 പോയിന്റും ബാക്കി കൂടുതൽ ദോഷങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗുണങ്ങളിലേക്ക് പോകാം. ഗുണങ്ങൾ അവരുടെ ലക്ഷ്യത്തിൽ തന്നെ ഉണ്ട്. എന്തിനാണ്? ഒരുപാട് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പം സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. ഇടത്തരം വൻകിട കർഷകർ ഗുണഭോക്താക്കളായി. കാരണം സർക്കാർ കൊടുക്കുന്ന ഈ വിത്തിനങ്ങളൊക്കെ വാങ്ങണം, അല്ലേ? സബ്സിഡി റേറ്റിലൊക്കെ ആണെങ്കിലും ആ വിത്തിനങ്ങൾ വാങ്ങണം, കീടനാശിനികളൊക്കെ വാങ്ങണം. കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക, കൃഷിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇടത്തരക്കാരും വൻകിട കർഷകരും എല്ലാം ഈ ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കളായി മാറുന്നു. ഇനി അടുത്തത്, സമ്പന്ന കർഷകർ കൂടുതൽ സമ്പന്നരായി. കാരണം ഹരിത വിപ്ലവം കൊണ്ട് ഗോതമ്പും നെല്ലും ഒക്കെ വിളയിച്ചു, വലിയ ഉൽപാദനം കിട്ടി, സർക്കാർ തന്നെ അത് വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുന്നു, കൃഷിക്ക് വായ്പ കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോൾ സമ്പന്ന കർഷകർ കൂടുതൽ സമ്പന്നരായി മാറി. അപ്പൊ 1, കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. 2, ഇടത്തരക്കാരും അതുപോലെ വൻകിട കർഷകരും ഗുണഭോക്താക്കളായി, സമ്പന്ന കർഷകർ കൂടുതൽ സമ്പന്നരായി. ഇനി ഈ ഹരിത വിപ്ലവത്തിന് രണ്ടാമത്തെ ഒരു ഘട്ടവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു രണ്ടാം ഘട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം എത്തിയപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം ഉണ്ടായി. അതായത് വിൽപ്പനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ വിൽക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ്, അല്ലെ? അതുകൊണ്ട് നമ്മളത് ഗുണത്തിനകത്ത് പറയുന്നു. കൃഷിയുടെ വാണിജ്യവൽക്കരണം ഈ ഹരിത വിപ്ലവം മൂലം ഉണ്ടായി. നേരത്തെ എങ്ങനെയാണ്? എല്ലാവർക്കും അവനവന് വേണ്ടുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇല്ലെങ്കിൽ അവർക്ക് അത് കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു രീതിയായിരുന്നു. മിച്ചോൽപാദനം കുറവാണ്. അപ്പോൾ ഹരിത വിപ്ലവം മൂലം കൃഷിയുടെ വാണിജ്യവൽക്കരണം ഉണ്ടാകുന്നു. ചില പ്രദേശങ്ങളിൽ വലിയ പുരോഗതിയും വികാസവും ഉണ്ടായി. നല്ല വെള്ളവും സംവിധാനങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായി. ഗോതമ്പും നെല്ലും വിളയുന്ന വെള്ളമൊക്കെയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളുള്ളിടമെല്ലാം വികസനവും പുരോഗതിയും ഉണ്ടാകുന്നു ഹരിത വിപ്ലവം മൂലം. കാരണം ജനങ്ങൾ സമ്പന്നരാകുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, രാജ്യത്തിന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങൾ എല്ലാം. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ, ഇത് ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാം. ആണ് എന്തുണ്ടായത്? പുരോഗതിയും വികാസവും ഹരിത വിപ്ലവം മൂലം ഉണ്ടായത്. അതുപോലെ ചില വിളകൾക്ക് ക്ഷാമമുണ്ടായെങ്കിലും ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഉൽപാദനം കൂടി. ഗോതമ്പും നെല്ലും മാത്രമല്ല, മറ്റു നിരവധി വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ വിളകൾക്കെല്ലാം ക്ഷാമം ഉണ്ടായെങ്കിൽ പോലും ഗോതമ്പിനും നെല്ലിനും എന്തുകൂടി? ഉൽപാദനം കൂടി. അപ്പൊ അതും നമ്മൾ ഗുണത്തിലാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ 6 ഗുണത്തിനകത്ത് പറഞ്ഞു. ഈ സ്ഥലങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക, ചില പ്രദേശങ്ങളിൽ വികാസമുണ്ടായ പ്രദേശങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. ഇനി അവസാനത്തെ ഒരു പോയിന്റ്, ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. നേരത്തെ നമ്മൾ എന്തു പറഞ്ഞു? ബ്രിട്ടീഷുകാർ വന്നുപോയി, സ്വാതന്ത്ര്യ സമരവുമൊക്കെ ആയി, ദാരിദ്ര്യത്തിലായി, വ്യവസായവൽക്കരണം മൂലം ആശങ്കയിലായി നമ്മൾ, അല്ലേ? അങ്ങനെ ആകെ കൂടി നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ആവശ്യത്തിനായിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഹരിത വിപ്ലവം വന്നതോടുകൂടി ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. ആരെയും ആശ്രയിക്കാതെ
ഗോതമ്പും നെല്ലും, നമ്മുടെ മെയിൻ സാധനമായ ഗോതമ്പും നെല്ലും നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു. അങ്ങനെ 7 പോയിന്റാണ് ഗുണങ്ങൾക്കകത്ത് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, കാർഷിക ഉൽപാദനം വർദ്ധിച്ചു. 2, ഒരു കാര്യം ഓർക്കുക, പാവപ്പെട്ട കർഷകർക്ക് ഇതുകൊണ്ട് ദോഷമാണ് ഉണ്ടായത്. ഇടത്തരക്കാര്, വൻകിടക്കാര് ആണ് ഇതുകൊണ്ട് ഗുണഭോക്താക്കളായത്. സമ്പന്നര് കൂടുതൽ സമ്പന്നരായി. അതുപോലെ കൃഷിയുടെ വാണിജ്യവൽക്കരണം ഉണ്ടായി. ചില പ്രദേശങ്ങൾക്ക് വികാസമുണ്ടായി. ചില വിളകൾക്ക് ക്ഷാമമുണ്ടായി. പക്ഷേ ഗോതമ്പിന്റെയും നെല്ലിന്റെയും ഉൽപാദനം കൂടി. ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി. മനസ്സിലായല്ലോ? ഇനി ദോഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹരിത വിപ്ലവം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം? നിരവധി ദോഷങ്ങളാണുള്ളത്. ചെറുകിട കർഷകർക്ക് രാസവളങ്ങളും വിത്തുകളും ചെലവേറിയ സാങ്കേതിക വിദ്യയും കൈവശമാക്കാൻ പണമില്ലാതായി. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ? അത്തരത്തിലുള്ള വിത്തുകളൊക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ള വിത്തുകളൊക്കെ കൊടുക്കുമ്പോൾ അത് വലിയ വില കൊടുത്ത് വേണം വാങ്ങാൻ. അല്ലാത്ത വിത്തുകളായാലും സങ്കര ഇനം വിത്തുകളൊക്കെ വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനെ എടുത്തു കൊടുക്കുവാൻ പൈസയില്ലാത്ത ചെറുകിട കർഷകരൊക്കെ ദരിദ്രരായി മാറി. ഇപ്പുറത്ത് വൻകിട കർഷകരും ഇടത്തരക്കാരുമെല്ലാം പണക്കാരാകുന്നു. 2, ഗ്രാമസമൂഹത്തിലെ അസമത്വം വർദ്ധിച്ചു. ഒരുപാട് പേര് ഭയങ്കര സമ്പന്നരും കുറെ പേര് ഭയങ്കര ദാരിദ്ര്യത്തിലേക്കും പോയി. അങ്ങനെ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അകലം കൂടി. കുടിയാന്മാരായ കർഷകർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. കാരണം കൃഷിക്ക് നല്ല ലാഭമാണ്. അപ്പോൾ ജന്മിമാരൊക്കെ എന്ത് ചെയ്തു? നേരത്തെ അവർക്ക് കൃഷി ചെയ്യാൻ വയ്യാതെ കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പാട്ടത്തിന്. അവരോടൊക്കെ എന്ത് പറഞ്ഞു? നിങ്ങൾ ഒഴിഞ്ഞു വയ്ക്കോ, ഞങ്ങൾ പാട്ടം പൈസ തിരിച്ചു തരുന്നതായിരിക്കും, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കുടിയാന്മാരെ ഒഴിപ്പിക്കുന്നു. അപ്പോൾ അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. അതുപോലെ ട്രില്ലറാണിത്. ട്രില്ലർ, ട്രാക്ടർ, മെതിയന്ത്രം എല്ലാം വന്നതോടുകൂടി ഈ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ചില പ്രത്യേക ജാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ ജാതികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടമാകുകയും അവർ തൊഴിൽ അന്വേഷിച്ച് നഗരങ്ങളിലേക്ക് പോവുകയും ഇത് ഗ്രാമനഗര കുടിയേറ്റത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? ട്രില്ലർ, ട്രാക്ടർ, മെതിയന്ത്രം, കൊയ്ത്തന്ത്രം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടെ പണി ചെയ്തിരുന്ന ചില പ്രത്യേക ജാതികളൊക്കെ ഉണ്ടായിരുന്നു. ആ ജാതികൾക്ക് അവരുടെ ജോലി നഷ്ടമാകുകയും അങ്ങനെ ജോലി നഷ്ടമായപ്പോൾ അവരെന്ത് ചെയ്യുന്നു? തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്നു. ഇത് ഗ്രാമനഗര കുടിയേറ്റം വർദ്ധിപ്പിച്ചു. അടുത്തത്, ഹരിത വിപ്ലവം കൂലി സാധനമായി നൽകിയിരുന്നത് നിർത്തി പണമായി നൽകി തുടങ്ങി. ഹരിത വിപ്ലവം വരുന്നതിന് മുമ്പ് ഞാൻ അരി ഉണ്ടാക്കിയിട്ട് ഞാൻ ഗോതമ്പ് മറ്റൊരാളുടെ നിന്ന് വാങ്ങും. എൻ്റെ അരി ഞാൻ ആ ഗോതമ്പ് എനിക്ക് തന്ന ആളിന് കൊടുക്കും. ആ രീതിയായിരുന്നു. പക്ഷെ ഹരിത വിപ്ലവം വന്നു, ഉൽപാദനം കൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം വന്നു, ഭക്ഷ്യോൽപാദന കയറ്റുമതികളൊക്കെ ആയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സാധനത്തിന് പകരം സാധനം പോരാ, സാധനത്തിന് പകരം പണമായി നൽകുവാൻ തുടങ്ങുന്നു. ഇനി ഏകവിളയുടെ ഉൽപാദനം കർഷകരെ നഷ്ടത്തിലെത്തിച്ചു. അതായത് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു തരത്തിലുള്ള വിത്തുകൾ മതി, ഏക വിത്ത് മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെ ആ ഏകവിളയുടെ ഉൽപാദനത്തിലേക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ വിലയുടെ ഇടിവ്, വിളനാശമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും മുഴുവൻ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു രീതി വന്നു. അപ്പൊ ഏകവിളയുടെ ഉൽപാദനം കർഷകരെ നഷ്ടത്തിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇനി അപ്പൊ വിപണിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഏകവിള ഇടുന്നത്, അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. നേരത്തെ ആണെങ്കിൽ ഇടവിളയൊക്കെ ഇട്ടിട്ട് അവരുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഇത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കണം, അവരുടെ വിളകൾ മറ്റ് ആൾക്കാർ കൊണ്ടുപോകുന്നു, കച്ചവടം ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുമ്പോൾ ഏകവിളയിലേക്ക് പോകുന്നു. ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു വിളനാശം സംഭവിക്കുകയോ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ അത് അവരെ തകർച്ചയിലേക്ക് നയിച്ചു. പിന്നെ നേരത്തെ പറഞ്ഞു ചില പ്രദേശങ്ങളെ വികസനത്തിൽ എത്തിച്ചു, അതുപോലെ ചില പ്രദേശങ്ങളെ പിന്നോക്കാവസ്ഥയിലും എത്തിച്ചു. രാജ്യത്തിന്റെ കിഴക്ക് ഭാഗങ്ങൾ, കിഴക്കൻ ഉത്തർപ്രദേശ്, തെലങ്കാന, ബീഹാർ തുടങ്ങിയ വെള്ളത്തിന് ക്ഷാമമുള്ള വലിയ ഫലഭൂഷ്ടമല്ലാത്ത സ്ഥലങ്ങളുള്ള മേഖലകളിലൊക്കെ എന്ത് സംഭവിക്കുന്നു? പിന്നോക്കാവസ്ഥയിലേക്ക് ആ പ്രദേശങ്ങൾ പോകുന്നു. കൃഷിക്കാരൊക്കെ ദാരിദ്ര്യത്തിലായിട്ട് ആ പ്രദേശം പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു.
നമ്മൾ പടിഞ്ഞാറൻ UP എന്നൊക്കെ ആയിരുന്നു അപ്പുറത്ത് പറഞ്ഞത്. ഇവിടെ കിഴക്കൻ ഭാഗങ്ങളാണ്, രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, കിഴക്കൻ UP, തെലങ്കാന, ബീഹാർ എല്ലാം തന്നെ എന്തിലേക്ക് പോകുന്നു? പിന്നോക്ക അവസ്ഥയിലേക്ക് പോകുന്നു. ഇനി ഹരിത വിപ്ലവം പരമ്പരാഗത കൃഷിരീതിയും അറിവുകളും ഇല്ലാതാക്കി പാരമ്പര്യമായിട്ട് കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളെ ദാരിദ്ര്യത്തിലാക്കുന്നു. അതുപോലെ കാലക്രമേണ ഈ കാർഷിക രീതികളും അറിവുകളുമൊക്കെ ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥയെത്തി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യത്തിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ 9 എണ്ണം ഉൾപ്പെടുത്തുക. ക്വസ്റ്റ്യൻ 8 മാർക്കിന് ദോഷങ്ങൾ മാത്രം ചോദിച്ചാൽ എല്ലാം എഴുതാം. അല്ലെങ്കിൽ ഹരിത വിപ്ലവവും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ചോദിക്കുമ്പം എല്ലാം കൂടെ ചുരുക്കി എഴുതണം. അപ്പോൾ ഹെഡിങ്ങുകൾ മാത്രമായിട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമായിട്ട് എഴുതുക. ഇത് സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു 9 പോയിന്റോളം ദോഷങ്ങൾക്ക് മാത്രവും തന്നിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമാണ് ഈ 9ാമത്തത്. എന്താന്ന് വെച്ചാൽ സങ്കര ഇനം വിത്തുകൾ, അതുപോലെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകളൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ കീടനാശിനികൾ ഒരുപാട് ഉപയോഗിക്കുന്നു, കാരണം ഉൽപാദനം വർദ്ധിപ്പിക്കണം. കീടനാശിനികൾ അടിക്കുന്നു, ചെറിയ കീടങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടായി. ഇപ്പോഴും അത് ഇത്തരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചിലപ്പം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കുവാനും നമ്മുടെ വെള്ളത്തിനെ മലിനമാക്കുവാനും നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുവാനും ഒക്കെ കാരണമാകുന്നു. അതുപോലെ ഈ വിത്തുകളുടെയും ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കഴിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ ഒക്കെ ആരോഗ്യമില്ലാത്തവരാകുന്നു. ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഇറച്ചി കഴിക്കുന്ന നമുക്ക് വീണ്ടും ആരോഗ്യമില്ലാതാകുന്നു അല്ലെ. അങ്ങനെ ആകെ മൊത്തം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഹരിത വിപ്ലവം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി വൈഡായിട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചുരുക്കി അങ്ങ് പഠിച്ചാൽ മതി. ഇനി ഇതിനിടയ്ക്ക് 2-3 ചെറിയ ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. 1ാമത്തെന്ന് പറഞ്ഞാൽ ഉപജീവന കൃഷി എന്നുള്ളതാണ്. ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്? ഉപജീവന കൃഷി എന്ന് പറയുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ചില പ്രത്യേക വിളകൾക്ക് പ്രാധാന്യം നൽകി. 2ാം ഘട്ടത്തിൽ വാണിജ്യവൽക്കരണം ഉണ്ടായി എന്ന് പറഞ്ഞു. വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിൽ തുടങ്ങിയ ഒരു ആശയമാണ്. ഇങ്ങനെ 2ാം ഘട്ടം ആയപ്പോഴത്തേക്കും പരുത്തി വിളകൾക്ക് പ്രാധാന്യം നൽകി. അപ്പൊ അത് പരുത്തി ഒരു നാണ്യവിളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാണ്യവിളകൾക്ക് ഉള്ള ഒരു ഉൽപാദനത്തിന് ഊന്നൽ നൽകുന്നു. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം ഡാഷ് വിളകൾക്ക് പ്രാധാന്യം നൽകി. 1ാം ഘട്ടം ഗോതമ്പിനും നെല്ലിനും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇനി പരുത്തി ഒരു നാണ്യവിളയാണെന്ന് ഓർത്തു വെക്കുക. കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ്? വിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്യുന്നതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. വിപണിക്കായിട്ട്, കച്ചവടത്തിനായിട്ട് കൃഷി ചെയ്യുന്നു, അതാണ് വിപണിയുടെ വാണിജ്യവൽക്കരണം. ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം നടപ്പിലാക്കിയത് വരണ്ടതും ജലലഭ്യത കുറവുമുള്ള പ്രദേശങ്ങളിലാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പുരോഗതി ഉണ്ടായി, മറ്റ് സ്ഥലങ്ങൾക്ക് അവഗണന ഉണ്ടായത് കൊണ്ട് 2ാം ഘട്ടം എത്തിയപ്പോൾ വരണ്ടതും ജലലഭ്യത കുറവുമുള്ള പ്രദേശങ്ങളിലാണ് ഈ പരുത്തി കൃഷിയൊക്കെ നടത്തുവാനായിട്ട് ശ്രമിച്ചത്. 1ാം ഘട്ടത്തിൽ ഗോതമ്പ്, നെല്ല് വിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ആ ഉപജീവന കൃഷി, ഇംഗ്ലീഷിൽ അതിനെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയും. നിലനിൽപ്പിനായിട്ടുള്ള കൃഷി, ഉപജീവന കൃഷി, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായാലും ഇത് വളരെ പ്രധാനമാണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക.